സോ ലാസ്റ്റ് ക്ലാസ്സില് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയായിരുന്നു? ഇഫ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അല്ലേ? സെലക്ഷൻ കൺട്രോൾ സ്ട്രക്ചേഴ്സിൽ ഇഫ് സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഏതൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെന്റ്, ദെൻ അതിന്റെ എക്സാമ്പിൾ നോക്കിയായിരുന്നു, ദെൻ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് today we are going to discuss about another variant of if statement, that is if else ladder, or we will call it as else if ladder. Okay, actually the operation is same, but അതിൽ കുറച്ചും കൂടെ ഫങ്ഷണാലിറ്റി ഉണ്ട് ഈ else if ladderൽ. എന്താണ് ഈ else if ladder എന്ന് പറയുന്നത്? This will be the syntax. ഇതാണ് അതിന്റെ സിൻടാക്സ് പറയുന്നത്. Here in else if ladder, the else part of the if condition has another if condition. So that is else if ladder. ഇവിടെ നമുക്ക് സിൻടാക്സ് മനസ്സിലാക്കും. if എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്, അത് ട്രൂ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അല്ല എങ്കിൽ if the first if condition is false, then നമുക്ക് നോർമലി എവിടേക്കാണ് വരേണ്ടത്? അതിന്റെ എൽസ് പാർട്ടിലാണ്. ഹിയർ ദ എൽസ് പാർട്ട് ഈസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് another if condition, if statement. So that kind of structure is called if else ladder or else if ladder. ഇതിന്റെ സിൻടാക്സ് ഓർത്തുക. ഫസ്റ്റ് നമ്മുടെ എന്താണ്, ഒരു if ഉണ്ട്, സ്മോൾ ലെറ്റർ if. Then here we have to specify the test condition. Okay, if the test condition is true, then corresponding statement will execute. Otherwise, the control will transfer to the else part. Here in else if ladder, the else part is also associated with the if statement. Okay, that means here also it will check a condition. Okay, then if that condition is true, then corresponding statement will execute. Otherwise, it will go for the next else part. That means if the condition here, the condition is false, means എവിടേക്കാണ് മൂവ് ചെയ്യുക? അതിന്റെ else പാർട്ടിലോട്ട്. ഓക്കെ, ആ else പാർട്ടിൽ again it will check the another condition, വേറൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആൻഡ് ദാറ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്താണ്, അത് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ അത് അടുത്ത else പാർട്ടിൽ പോകും. ദാറ്റ് വിൽ റിപ്പീറ്റ്. ഓക്കെ, അതങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എത്ര വരെ സ്റ്റേറ്റ്മെന്റ് വേണോ എന്നുള്ളത് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രോഗ്രാമർ. ഓക്കെ, ദെൻ ഫൈനലി ഈ കണ്ടീഷൻ ഒന്നും ട്രൂ ആയിട്ടില്ല എങ്കിൽ ഇറ്റ് വിൽ എക്സിക്യൂട്ട് ഫൈനൽ എൽസ് പാർട്ട്. ഓക്കെ, ഫൈനൽ എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. സോ ദിസ് ഈസ് അവർ if else ladder. That means if else ladder allow you to check multiple between multiple test expression and execute different statements. Okay, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിൻടാക്സ് ഓർത്തുക. if ഒരു കണ്ടീഷൻ ഉണ്ടാവും, if that condition is true, then corresponding statement execute ചെയ്യും. അല്ല എങ്കിൽ it will check another condition. അതിന്റെ false പാർട്ടിലാണ്. if അതായത് ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ അല്ല എങ്കിൽ it will check the next condition. If that is also not true, then again it will check another condition. Likewise, it will repeat. ഓക്കെ, അതുപോലെ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ സിൻടാക്സ് ആണ് if പരാന്തസിസിന്റെ ഉള്ളിൽ കണ്ടീഷൻ കൊടുക്കുക, ദെൻ ഒരു ഓപ്പണിംഗ് ബ്രേസ്, അതിന്റെ ഉള്ളിലാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അതിന്റെ ട്രൂ പാർട്ട് എഴുതുന്നുണ്ട്. ഇനി അത് ക്ലോസ് ചെയ്യുക. ദെൻ ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഇവിടെ എൽസ്, സ്മോൾ ലെറ്റർ എൽസ് if കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുക, പരാന്തസിസിന്റെ ഉള്ളിൽ നെക്സ്റ്റ് കണ്ടീഷൻ കൊടുക്കുക, അത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക, അതിന്റെ ഉള്ളിൽ സ്റ്റേറ്റ്മെന്റ്. അതുപോലെ അവസാനം നമ്മൾ എന്ത് ചെയ്യുക, എൽസ് പാർട്ടിൽ, അതായത് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ഏതാണോ അത് സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ചെയ്യുക, ബ്രാക്കറ്റ് നമ്മുടെ ബ്രേസ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് ഞാനൊരു 2 നമ്പർ തരികയാണ് നിങ്ങളുടെ കയ്യിൽ. ഓക്കെ, ഇൻ ദാറ്റ് കേസ് ആ നമ്പർ ചെക്ക് ചെയ്യണം, അതിന്റെ റിലേഷൻ ചെക്ക് ചെയ്യണം. അതായത് വെദർ ദീസ് 2 numbers are equal, or the first number is greater than second number, or the first number is less than second number. അതുപോലുള്ള അതിന്റെ റിലേഷൻ എനിക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുക? ഇപ്പൊ നിങ്ങളുടെ ഇൻപുട്ട് 2 numbers ആണ് തരുന്നത്. 2 numbers input തന്നു. In that case, you have to check whether both these numbers are equal, or the first number is greater than second number, else എന്താണ്, second number greater than first number ആണോ, അല്ലെങ്കിൽ first number less than second number ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, എന്തൊക്കെയായിരിക്കും അതിൽ പ്രൊസീജിയർ വേണ്ടി വരിക നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്താണ് ഇൻപുട്ട് ആയിട്ട് we have to provide 2 numbers, 2 numbers വേണമല്ലോ. ഓക്കെ,
So രണ്ട് numbers വേണം. So these are the inputs. രണ്ട് numbers നമുക്ക് input ആയിട്ട് വേണം. Then finally നമുക്ക് എന്ത് വേണം? അതിന്റെ relation outputൽ print ചെയ്യണം. That means whether these numbers are equal or first number is greater than second number or first number is less than second number. Okay, so അത് ഔട്ട്പുട്ടിൽ നമുക്ക് പ്രിന്റ് ചെയ്യണം. ദാറ്റ് മീൻസ് വി ആർ യൂസിങ് ഇൻപുട്ട് ഓപ്പറേഷൻ ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ഫങ്ഷൻസ്. സോ ഫോർ ദാറ്റ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിന് വേണ്ടി വി ക്യാൻ യൂസ് പ്രിന്റ്എഫ് ആൻഡ് സ്കാൻഎഫ്. അപ്പോൾ നമുക്കതിൽ ആ പ്രിന്റ്എഫ് സ്കാൻഎഫ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് വി ഹാവ് ടു സ്പെസിഫൈ എന്താണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എന്താണ് ലിങ്ക് ചെയ്യേണ്ടത്, ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിൽ ഫസ്റ്റ് അത് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അതാണ് ആദ്യം എഴുതിയിരിക്കുന്നത്, ഹാഷ് ഇൻക്ലൂഡ് stdio.h. Okay, then after that we know that every C program will start or begin with the main statement. Main വെച്ചിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഇവിടെ in the main, int or void, whatever it is നിങ്ങൾ കൊടുക്കുക. ഇവിടെ int കൊടുത്തു കഴിഞ്ഞാൽ we have to specify here return 0, otherwise you can directly put here void. അത് ഞാൻ ഫംഗ്ഷൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് തരുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, so in the main then functional bracket ഇടുക, then opening brace, ആ main ഇവിടെ ക്ലോസ് ചെയ്തു. Inside that you have to write your code. അതിനുള്ളിലാണ് നമ്മുടെ കോഡ് റൈറ്റ് ചെയ്യേണ്ടത്. Here what are the operations? First we have to read two numbers. Okay, that is the first operation. After that we have to check whether these two numbers are equal ആണോ നോക്കണം അല്ലേ. ഇനി ഈക്വൽ അല്ല എങ്കിലാണ് നമ്മൾ എന്ത് ചെക്ക് ചെയ്യുന്നത്, the first number is greater than second number ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് അല്ലേ. ഇനി അതല്ല എങ്കിലോ നമുക്ക് പറയാം ഫസ്റ്റ് ഈക്വലും അല്ല ഫസ്റ്റ് നമ്പർ ഗ്രേറ്റർ ദാൻ സെക്കൻഡ് നമ്പറും അല്ല എങ്കിൽ we can directly say that first number is less than second number ആണെന്ന് പറയാം. ഓക്കെ, ഇത്രയും ഓപ്പറേഷൻ ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു റീഡ് ടു നമ്പേഴ്സ്. ഫോർ ദാറ്റ് റീഡ് ചെയ്യുമ്പോൾ വി ഹാവ് ടു സ്റ്റോർ ദോസ് നമ്പേഴ്സ് ഇൻ എ വേരിയബിൾ അല്ലെ. ആ നമ്പേഴ്സ് നമുക്ക് വേരിയബിളിൽ സ്റ്റോർ ചെയ്യണം. ഫോർ ദാറ്റ് വി ഹാവ് ടു യൂസ് ടു വേരിയബിൾ. സോ ബിഫോർ യൂസിങ് ദാറ്റ് ടു വേരിയബിൾ ഫസ്റ്റ് വി ഹാവ് ടു ഡിക്ലെയർ ദാറ്റ് വേരിയബിൾ. That is what is here, that is number 1 and number 2. These are two variables of type integer. Int ആണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് number 1 and number 2, these are two variable of type int. That means number 1 and number 2 can hold any integer type of values. So this is our declaration part. അപ്പോൾ നമ്മുടെ declaration part കഴിഞ്ഞു. After that first you have to read the numbers അല്ലെ. റീഡ് ചെയ്യാൻ വേണ്ടിട്ട് ആദ്യം എന്ത് ചെയ്തു, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, പ്രിന്റ് enter two integers എന്ന്. ഇപ്പൊ അതുപോലെ എന്തുണ്ടാവും, your monitor display ആവും. Okay, print of enter two integers. Okay, then you will enter two integers അല്ലെ. നിങ്ങൾ രണ്ട് നമ്പർ എൻ്റർ ചെയ്യും. Then scanf will read these two numbers. That is what %d and %d. Here we are reading two numbers. Okay, that is why we have written here %d and %d. Okay, %d is used to read integer numbers. Okay, then %d, then first number will be stored to number 1. That ഇവിടെ ampersand specify ചെയ്ത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, for specifying the address specify ചെയ്യുന്നതാണ്. So ampersand number 1, that means നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് നമ്പർ ഈ നമ്പർ 1 സ്റ്റോർ ആവും. ദെൻ നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കുന്ന സെക്കൻഡ് നമ്പർ നേരെ ഈ നമ്പർ 2 സ്റ്റോർ ആവും. സോ നൗ ദ നമ്പർ 1 ആൻഡ് നമ്പർ 2 അല്ലെ, രണ്ട് വേരിയബിളിലും എന്തുണ്ടാവും, ഈ 2 നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു കമ്പയർ ദീസ് 2 നമ്പേഴ്സ് അല്ലെ. ഫസ്റ്റ് യു ഹാവ് ടു ചെക്ക് whether these 2 numbers are equal. So for that ഇവിടെ നമ്മൾ എഴുതാണ് if number 1 is equal to number 2 ആണ്. Here it is a relational operator, double equal to ആണ് ഇട്ടിരിക്കുന്നത് കണ്ടോ. So it is a relational operator. So if number 1 is equal to number 2, if both the numbers are equal, then we can say that number 1 is equal to number 2 എന്ന് ഔട്ട്പുട്ടിൽ പ്രിന്റ് ചെയ്യുക. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് റിസൾട്ട് %d. ദാറ്റ് മീൻസ് ഈ പ്രിന്റ്എഫിലുള്ള ഈ %d എന്താണ് ആക്ച്വലി പ്രിന്റ് ചെയ്യുക, %d ഫസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്ന വേരിയബിൾ ഏതാണ്, നമ്പർ 1, അതിന്റെ വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യും. ദെൻ ഇതിന്റെ വാല്യൂ ഇവിടെയും പ്രിന്റ് ചെയ്യും. ദാറ്റ് മീൻസ് ബോത്ത് നമ്പേഴ്സ് ആർ ഈക്വൽ എന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും അല്ലെ. അതായത് നമ്പർ 1 ഈസ് ഈക്വൽ. സപ്പോസ് നിങ്ങളുടെ 2 എന്നാണ് നിങ്ങൾ ഇൻപുട്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്,
ആ 2 എന്നുള്ള നമ്പർ ഇവിടെ കമ്പയർ ചെയ്യും. ദാറ്റ് മീൻസ് 2 ഈസ് ഈക്വൽ ടു 2 ആണ് റിസൾട്ട് കിട്ടും. ദെൻ നമ്പർ 1ൽ 2 ഉണ്ട്, നമ്പർ 2ൽ 2 ഉണ്ട്. ദെൻ ഔട്ട്പുട്ടിൽ എന്താ ഉണ്ടാവുക? റിസൾട്ട് 2 ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞിട്ട് we will get the result. Okay, so that is first case. That means if both the numbers are equal, and any a number equal alla engil endu cheyanam, we have to check another condition. That is the number 1 is greater than number 2 aano ennu check cheyanam. Adu eppoഴേ check cheyyunnullu only when the first condition false aana situation il maathram. അല്ലേ? ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് പിന്നെ ബാക്കിയുള്ള കണ്ടീഷൻസ് ഒന്നും നോ നീഡ് ടു വെരിഫൈ ദാറ്റ്. ബാക്കിയുള്ള കണ്ടീഷൻസ് ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഹിയർ ഇഫ് ദ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് ഫോൾസ്, ദെൻ യു ഹാവ് ടു ചെക്ക് ദ സെക്കൻഡ് കണ്ടീഷൻ. ദാറ്റ് മീൻസ് ദ നമ്പർ 1 ഗ്രേറ്റർ ദാൻ നമ്പർ 2. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ എൽസ് ദെൻ വി ആർ അഗെയിൻ അസോസിയേറ്റിംഗ് വിത്ത് another if statement. അതാണ് എൽസ് ഇഫ് the number 1 is greater than number 2 ആണോ എന്ന് നോക്കുന്നത്. അല്ലെ? ഇഫ് ദ നമ്പർ 1 is greater than number 2 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? റിസൾട്ട് എന്താണ്? നമ്പർ 1 greater than number 2. സപ്പോസ് നമ്മുടെ ഇപ്പം 3യും 2 ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക. ഫസ്റ്റ് നമ്പർ 3, സെക്കൻഡ് നമ്പർ 2 ആണെന്ന് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഈക്വൽ ടു അല്ല. അല്ലെ? ഈ ഫസ്റ്റ് കണ്ടീഷൻ ഫെയിൽ ആവും. ദാറ്റ് മീൻസ് നമ്പർ 3യും 2ഉം both are not equal. സോ ഇത് ഫോൾസ് ആയി. ദെൻ ഇവിടെയാണ് വരിക. Else if 3 greater than 2 ആണോ എന്നുള്ള കണ്ടീഷൻ. ഓക്കെ, ഹിയർ എന്താണ്? 3 greater than 2 ആണ്. സോ എന്താണ്? ഈ സ്റ്റേറ്റ്മെന്റ് വിൽ എക്സിക്യൂട്ട്. ദാറ്റ് മീൻസ് എന്താണ്? റിസൾട്ട് ഹിയർ നമ്പർ 1ന്റെ കേസിൽ 3 എന്ന് പ്രിന്റ് ചെയ്യും. ദെൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾ അതുപോലെ പ്രിന്റ് ചെയ്യും. ദെൻ നമ്പർ 2യുടെ കേസിൽ ഇവിടെ 2 എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഈ പെർസെന്റേജിന്റെ കേസിൽ 2ഉം ഈ പെർസെന്റേജിന്റെ കേസിൽ 3യും പ്രിന്റ് ചെയ്യും. ദാറ്റ് മീൻസ് റിസൾട്ട് 3 greater than 2 എന്ന് ഔട്ട്പുട്ടിൽ പ്രിന്റ് ചെയ്യും. ഓക്കെ, ദെൻ ഇനി ഇതും ഫോൾസ് ആണെന്ന് വിചാരിക്കാം. ദാറ്റ് മീൻസ് നമ്പർ 1, ദാറ്റ് മീൻസ് the number is not equal to and it is not greater than second number. അതായത് ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പർ ഈക്വൽ ടു അല്ല, ഫസ്റ്റ് നമ്പർ ഗ്രേറ്റർ ദാൻ സെക്കൻഡ് നമ്പറും അല്ല. ദെൻ ഓൺലി വൺ ഓപ്ഷനേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ലെസ് ദാൻ സെക്കൻഡ് നമ്പർ ആയിരിക്കും. സോ ഈ കണ്ടീഷനും ഫോൾസ് ആണെങ്കിൽ വി ക്യാൻ ഡയറക്ട്ലി പ്രിന്റ് ദാറ്റ് എന്താണ്? റിസൾട്ട് ദാറ്റ് ഈസ് നമ്പർ 1 ഈസ് ലെസ് ദാൻ നമ്പർ 2 ആണെന്ന് ഡയറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യാം. ഓക്കെ, സപ്പോസ് നമ്മുടെ എക്സാമ്പിൾ ഒരു 1ഉം 5 ആണെന്ന് കൊടുക്കാം. 1ഉം 5 ആണ് ഇവിടെ. നമ്പർ 1ൽ 1ഉം നമ്പർ 2ൽ 5 ആണ് കൊടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ എന്താണ്? 1 ഈസ് ഈക്വൽ ടു 5 ആണോ? അല്ല. ദാറ്റ് മീൻസ് ഇറ്റ് വോണ്ട് എക്സിക്യൂട്ട് ദ സ്റ്റേറ്റ്മെന്റ് ഹിയർ. അല്ലെ? ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. ദെൻ എവിടേക്കാണ് മൂവ് ചെയ്യുക? കൺട്രോൾ വിൽ ട്രാൻസ്ഫർ ടു ഹിയർ. ഹിയർ എന്താണ് കണ്ടീഷൻ? നമ്പർ 1 ഗ്രേറ്റർ ദാൻ നമ്പർ 2 ആണ്. 1ഉം 5 ആണ് കൊടുത്തിരിക്കുന്നത്. സോ 1 ഗ്രേറ്റർ ദാൻ 5 അല്ല. സോ ഹിയർ ഓൾസോ ഇറ്റ് ഈസ് ഫാൾസ്. ദെൻ ഡയറക്ട്ലി എവിടേക്ക് മൂവ് ചെയ്യും? ഇറ്റ് വിൽ ഗോ ഇവിടെ ഈ എൽസ് പാർട്ട് മൂവ് ചെയ്തിട്ട് ഇറ്റ് വിൽ എക്സിക്യൂട്ട് ദാറ്റ് 1 ഈസ് ലെസ് ദാൻ 5. അല്ലെ? റിസൾട്ട് 1 ലെസ് ദാൻ 5 എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് അവർ else if ladder or if else ladder. ഓക്കെ, മനസ്സിലായോ എന്താണ് else if ladder എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിമ്പിൾ ആണ്. ആദ്യം ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്മെന്റ് വിൽ എക്സിക്യൂട്ട്. എൽസ് ഇറ്റ് വിൽ ഗോ ഫോർ another if കണ്ടീഷൻ. അല്ലെ? അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണെങ്കിൽ വേറൊരു if സ്റ്റേറ്റ്മെന്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. അത് ഫാൾസ് ആണെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പോകും. എവിടെയാണോ ട്രൂ ആവുന്നുള്ളത് അവിടെ ആ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, സോ അതാണ് നമ്മുടെ else if ladder. Then next is nested if statement. What is nested if statement? Actually, nested if statement means the object part of the if statement may contain another condition. So that is called a nested if statement. That means the statement നമ്മുടെ ട്രൂ പാർട്ടിന്റെ ഉള്ളിൽ വേറൊരു ഈ സ്റ്റേറ്റ്മെന്റ്, അതായത് ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഉള്ളിൽ വേറൊരു ഈ സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് ഈസ് കോൾഡ് നെസ്റ്റഡ്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് പോസിബിൾ ടു ഇൻക്ലൂഡ് ആൻ ഇഫ് സ്റ്റേറ്റ്മെന്റ് ഇൻസൈഡ് ദ ബോഡി ഓഫ് another if statement. ഓക്കെ, അതായത് ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് ഉള്ളിൽ തന്നെ അതിന്റെ ട്രൂ പാർട്ടിൽ വി ക്യാൻ ഇൻക്ലൂഡ് another if statement. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് കോൾഡ് ആസ് നെസ്റ്റഡ് if statement. ഓക്കെ, ഹിയർ ഈസ് an example. ഓക്കെ, സെയിം എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. സെയിം എക്സാമ്പിൾ ഇവിടെ എന്തായിരുന്നു എക്സാമ്പിൾ ഉണ്ടായിരുന്നത്?
നമ്മൾ ചെക്ക് ചെയ്തത്? നമ്പർ ഈക്വൽ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണം, ഗ്രേറ്റർ ദാൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ലെസ് ദാൻ ആണോ. സെയിം എക്സാമ്പിൾ ഹൗ വി വിൽ ഇംപ്ലിമെന്റ് ബൈ യൂസിങ് നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഓക്കെ, നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്നത് എന്താണ്? ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് ബോഡിയിൽ വേറൊരു ഇഫ് സ്റ്റേറ്റ്മെന്റ് അല്ലെ. അതായത് ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിന്റെ ട്രൂ പാർട്ടിൽ അതിന്റെ തൊട്ട് താഴെ കണ്ടോ അഗൈൻ ദർ ഈസ് another if statement. So that kind of structure is called nested if statement. Nested if statement. Okay. ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യാൻ നോക്കാം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് സെയിം എക്സാമ്പിൾ തന്നെ. ദാറ്റ് മീൻസ് യു ആർ എൻ്ററിങ് ടു നമ്പേഴ്സ് ആൻഡ് ആ ടു നമ്പേഴ്സ് എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യണം. വെദർ ബോത്ത് ആർ ഈക്വൽ ഓർ ഫസ്റ്റ് നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡ് നമ്പർ ഓർ ഫസ്റ്റ് നമ്പർ ഈസ് ലെസ് ദാൻ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് വി ഹാവ് ടു ഇൻക്ലൂഡ് ദാറ്റ് stdio.h, hash include stdio.h. Okay, then first we have to write the main function. Okay, in the main, then opening brace. Inside that you have to write our code. Okay, here we are using എന്താണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്? We are comparing two numbers. So for that we need two numbers. We have to read two numbers. Okay. So for that we have to declare that number first. So here endana number 1 and number 2. These are the two variables used for holding the value. Okay. And these two variables ഏത് ടൈപ്പ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്? Integer type ആയിട്ട്. int number 1, number 2. Okay, then next എന്താണ്? ഫസ്റ്റ് ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യാണ്. എൻ്റർ ടു ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്തു. Okay, then you will enter two numbers. Then that two numbers by using scanf statement you can read these numbers. So first number %d, then second number %d. Both are എന്താണ് %d used for reading integer type of values. Okay, then first number will എവിടെയൊക്കെ സ്റ്റോർ ചെയ്യുക? ampersand number 1. That means it will store to the variable number 1 and the second number will hold number 2. Number 2 ആണ് second number hold ചെയ്യുക. അപ്പൊ number 1 ഫസ്റ്റ് നമ്പറും കിട്ടി, number 2 സെക്കൻഡ് നമ്പർ. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇവിടെ if ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. number 1 greater than or equal to number 2 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് നമ്പർ 1 ഗ്രേറ്റർ ദാനോ ഈക്വൽ ടു ആണോ എന്നുള്ളത് ഒരുമിച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്പർ 2 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇനി അങ്ങനെയാണ് എങ്കിൽ ഇഫ് ദാറ്റ് ഈസ് ട്രൂ, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണെന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താണ്? അഗെയിൻ അതിന്റെ ഇൻസൈഡിൽ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അടുത്തൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ഇഫ് നമ്പർ 1 ഈസ് ഈക്വൽ ടു നമ്പർ 2 ആണോ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഇപ്പം നിങ്ങളുടെ എൻ്റർ ചെയ്തു എന്ന് വിചാരിക്കാം, 5ഉം 3ഉം എൻ്റർ ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്പർ 1ന്റെ കേസിൽ ഇവിടെ എന്താണ്? 5 വരും. ഹിയർ നമ്പർ 2യുടെ സിറ്റുവേഷനിൽ 3ഉം വരും. ദാറ്റ് മീൻസ് നമ്പർ 1 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. കണ്ടീഷൻ ട്രൂ ആണ് അല്ലെ? സെയിം ഇതുപോലെ തന്നെ നിങ്ങൾ വേറെ നമ്പർ എൻ്റർ ചെയ്ത് നിൽക്കാം, 3 and 3. ഹിയർ ഓൾസോ കണ്ടീഷൻ ട്രൂ തന്നെയായിരിക്കും. കാരണം എന്താണ്? 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള കണ്ടീഷനാണ്. കാരണം 3ഉം 3ഉം ഈക്വൽ ടു ആണ്. ദെൻ ഓൾസോ ഇറ്റ് വിൽ എന്താണ്? ഗീവ് ട്രൂ റിസൾട്ട്. ഗ്രേറ്റർ ദാൻ ആയാലും ട്രൂ റിസൾട്ട് തരും, എൽസ് ഈക്വൽ ടു ആയി കഴിഞ്ഞാലും ഇറ്റ് വിൽ ഗീവ് യു ട്രൂ റിസൾട്ട് അല്ലെ? അപ്പൊ ആ രണ്ട് കണ്ടീഷൻ ആണെങ്കിലും എന്താണ്? ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ റിസൾട്ട് ആണ് തരിക. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള നെക്സ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇഫ് നമ്പർ 1 ഈസ് ഈക്വൽ ടു നമ്പർ 2 ആണോ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ചെക്ക് ചെയ്ത് കഴിഞ്ഞ് അത് ട്രൂ ആണെങ്കിൽ അത് ആ രണ്ടും ഈക്വൽ ടു ആണോ എന്ന് ചെക്ക് ചെയ്യും. അത് ഈക്വൽ ടു ആണെങ്കിൽ എന്താണ്? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യാൻ എന്താണ്? both the numbers are equal. That means result number 1 is equal to number 2 and we can directly print. Else ഇനി ഈ കണ്ടീഷൻ, അതായത് ഇതിപ്പോ നമ്മുടെ ഈ ഒരു ബ്ലോക്കിന്റെ ഉള്ളിലാണുള്ളത്. ഓക്കെ, ഈഫിന്റെ ബോഡിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലെ? അതായത് ഈ സ്റ്റേറ്റ്മെന്റ് എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഓൺലി വെൻ ദ ഫസ്റ്റ് ഈഫ് കണ്ടീഷൻ ഈസ് ട്രൂ അല്ലെ? ഫസ്റ്റ് ഈഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിലാണ് നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഹിയർ ഈ കണ്ടീഷന്റെ ഉള്ളിലാണ് ഇത് വരുന്നത്. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ നമ്പർ 1 ഈസ് ഈക്വൽ ടു നമ്പർ 2 ആണെന്ന് ചെക്ക് ചെയ്ത്. നമ്പർ 1 ഈസ് ഈക്വൽ ടു നമ്പർ 2 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി കൻ ഡയറക്ട്ലി പ്രിന്റ് നമ്പർ 1 ഈസ് ഈക്വൽ ടു നമ്പർ 2. എൽസ്
ഇനി നമ്പർ 1 ഈക്വൽ ടു നമ്പർ 2 അല്ല എങ്കിൽ എന്താണ് നമുക്ക് പറയാ? കാരണം ഈ ലൂപ്പിൽ എപ്പോഴാണ് വന്നിരിക്കുന്നത്, സോറി ഈ സ്റ്റേറ്റ്മെന്റിൽ എപ്പോഴാണ് വന്നിരിക്കുന്നത്? നമ്പർ 1 ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാനോ ആയ സിറ്റുവേഷനിലാണ്. അപ്പൊ അതിൽ ഈക്വൽ ടു അല്ല എങ്കിൽ വി ക്യാൻ ഡയറക്ട്ലി സേ ദാറ്റ് എന്താണ്, ദ നമ്പർ 1 ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ടിൽ പ്രിന്റ് ചെയ്യും. ഓക്കെ, നമ്പർ 1 ഗ്രേറ്റർ ദാൻ നമ്പർ 2. സപ്പോസ് നിങ്ങളുടെ നമ്പർ ഒരു 5ഉം 2 ആണ് കൊടുത്തതെങ്കിലും ഇവിടെ എത്തും അല്ലെ? അതിൻ്റെ ഉള്ളിൽ നമ്പർ 1 ഈസ് ഈക്വൽ ടു നമ്പർ 2 ആണെന്ന് നോക്കുമ്പോൾ 5ഉം 2ഉം ട്രൂ അല്ല. അപ്പൊ നേരെ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ സോറി അതിന്റെ എൽസ് പാർട്ടിൽ എന്താണ്, നമ്പർ 1 ദാറ്റ് ഈസ് 5 ഗ്രേറ്റർ ദാൻ 2 ആണെന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ആവും. ഓക്കെ, ഇനി ആ സ്റ്റേറ്റ്മെന്റ് എന്തായി കഴിഞ്ഞു. ഓക്കെ, ഇനി ഇതിന്റെ എൽസ് പാർട്ട്, ഈ ഫസ്റ്റ് ഈഫിന്റെ എൽസ് പാർട്ട്, അതായത് നമ്പർ 1 ഗ്രേറ്റർ ദാനും അല്ല ഈക്വൽ ടു അല്ല, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ക്യാൻ ഡയറക്ട്ലി പ്രിന്റ് എന്താണ്, നമ്പർ 1 ഈസ് ലെസ് ദാൻ നമ്പർ 2. നമ്പർ 1 ലെസ് ദാൻ നമ്പർ 2 ആണെന്ന് ഡയറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഇവിടെ കൊടുക്കുന്നത് റിസൾട്ട് നമ്പർ 1. ദാറ്റ് പെർസെന്റേജ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ പെർസെന്റേജ് ഡി എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ഫസ്റ്റ് വേരിയബിളിന്റെ വാല്യൂ ആണ് ഇവിടെ കിട്ടുക അല്ലെ? ദെൻ ഇവിടുത്തെ പെർസെന്റേജ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് സെക്കൻഡ് വേരിയബിളിന്റെ വാല്യൂ ആണ് ഇവിടെ കിട്ടുക. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറയാ, നമ്പർ 1 അതിന്റെ വാല്യൂ എന്താണ്, അത് അല്ലെ, ലെസ് ദാൻ നമ്പർ 2 എന്നുള്ളത് ഔട്ട്പുട്ട് കിട്ടും. സോ ദിസ് ഈസ് അവർ നെസ്റ്റഡ് ഇഫ് സ്ട്രക്ചർ. ഓർത്ത് വെക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഒരു ഇഫ് സ്ട്രക്ചറിന്റെ സ്റ്റേറ്റ്മെന്റിൽ കണ്ടെയ്ൻ another if statement അല്ലെ? ദാറ്റ് മീൻസ് ഇൻസൈഡ് ആൻ ഇഫ് സ്റ്റേറ്റ്മെന്റ് there is another if statement. So that is called nested if statement. ഒരു if statement ഉള്ളിൽ again there is another if statement. ഇനി ഇതിന്റെ ഉള്ളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെയും വേണമെങ്കിൽ you can write another if statement. So that is nested if statement. അപ്പൊ അതാണ് നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് എ മൾട്ടി വേ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, മൾട്ടി വേ സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഈ എൽ സി ഫ്ലാഡർ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. എൽ സി ഫ്ലാഡർ, ഇവിടെ ഇപ്പം എൽ സി ഫ്ലാഡറിന്റെ സിറ്റുവേഷനിൽ എന്താണ് കണ്ടീഷൻ ചെക്ക് ചെയ്തത്? അത് ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ അല്ലെ? ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ റിമൈനിങ് പോർഷൻസ് ഒന്നും നോക്കില്ല. ഓക്കെ, ദെൻ ഇഫ് ദ ഫസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്താണ്, ഇറ്റ് ഗോസ് ടു അതിന്റെ എൽസ് പാർട്ടിൽ അഗെയിൻ ഇറ്റ് വിൽ ചെക്ക് another ഇഫ് കണ്ടീഷൻ അല്ലെ? ഇനി അത് ട്രൂ ആണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും, അല്ല എങ്കിലോ ഈ സെക്കൻഡ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അഗെയിൻ നെക്സ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ആ ഒരു രീതിയിലാണ് നമ്മുടെ എൽ സി ഫ്ലാഡർ വർക്ക് ചെയ്തിരിക്കുന്നത്. ദെൻ സെയിം പ്രോസസ് തന്നെ നമുക്ക് വേണമെങ്കിൽ ബൈ യൂസിങ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് മീൻസ് ഇതാണ് ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ സിന്റാക്സ്. ഓക്കെ, സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ സിന്റാക്സ് ഒരു സ്വിച്ച്, സ്മോൾ ലെറ്റർ സ്വിച്ച് എന്ന് എഴുതാം. ദെൻ inside the parentheses you had to write an expression. Okay, then based on the value of the expression it will execute a corresponding case statement. Okay, അതായത് ഇവിടെ ഒരു എക്സ്പ്രഷൻ ആവാം, അല്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് എ സിമ്പിൾ വേരിയബിൾ, ഒരു സിമ്പിൾ വേരിയബിൾ എഴുതാം, അല്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് എ കോൺസ്റ്റന്റ് ആവാം, ഒരു കോൺസ്റ്റന്റ് റൈറ്റ് ചെയ്യാം, എന്തും എഴുതാം. ഓക്കെ, ദെൻ ബേസ്ഡ് ഓൺ ദ വാല്യൂ പ്രസന്റ് ഇൻ ദിസ് എക്സ്പ്രഷൻ, ഈ ഒരു എക്സ്പ്രഷന്റെ പോർഷനിൽ ഉണ്ടാവുന്ന വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിഫറന്റ് കേസുകളാണ് ഉണ്ടാവുക. ഓക്കെ, അതായത് സപ്പോസ് ഇവിടെ ഇപ്പൊ എക്സ്പ്രഷന്റെ വാല്യൂ 1 ആണെങ്കിൽ ഇറ്റ് വിൽ എക്സിക്യൂട്ട് ദ കേസ് 1 സ്റ്റേറ്റ്മെന്റ്. ഈ കേസ് 1 എക്സിക്യൂട്ട് ചെയ്യും, ദെൻ അവിടെ നിന്ന് ലൂപ്പ് ബ്രേക്ക് ചെയ്തിട്ട് പുറത്തു വരും. ഓക്കെ, ബ്രേക്ക് ചെയ്യാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ദെൻ ഇനി അതല്ല കേസ് 2 ആണെങ്കിൽ, ഇവിടെ ഇപ്പൊ 2 ആണ് എക്സ്പ്രഷന്റെ വാല്യൂ എങ്കിൽ ഇറ്റ് വിൽ എക്സിക്യൂട്ട് ഓൺലി കേസ് 2. ദാറ്റ് മീൻസ് കറസ്പോണ്ടിങ് കേസ് വാല്യൂ ഏതാണോ കേസ് 2 ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ഇവിടെയുള്ള എക്സ്പ്രഷന്റെ വാല്യൂ 3 ആണെങ്കിൽ എന്താണ്, കറസ്പോണ്ടിങ് കേസ് 3 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ലൈക്ക് വൈസ് n സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ എഴുതുകയാണെങ്കിൽ ആ n സ്റ്റേറ്റ്മെന്റുകളും ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഇനി ഈ എക്സ്പ്രഷന്റെ വാല്യൂ ഇവിടെയുള്ള ഒരു കേസിനും മാച്ച് ആവുന്നില്ല എങ്കിൽ എന്താണ്, ഇറ്റ് വിൽ എക്സിക്യൂട്ട് ദ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എഴുതാം, ഡിഫോൾട്ട് സ്മോൾ ലെറ്റർ ആണ് ഡിഫോൾട്ട്, ദെൻ കോളൺ ആണിത്. ഓക്കെ, ഇതൊക്കെ കോളൺ ആണ്, കോളൺ എന്നാണ്. ഓക്കെ, കേസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ കേസ്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പൊ സപ്പോസ് നമ്മൾ ഒരു 2 ഇന്റിജർ തന്നു നിങ്ങൾക്ക്.
then you have to perform an arithmetic operation. Plus എന്ന് പറയുന്ന ഓപ്പറേറ്റർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ you have to perform addition operation. Okay, and minus എന്ന് പറയുന്ന ഓപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ you have to perform subtraction operation. Star operator ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ you have to perform multiplication operation. And this division operator ആ കൊടുത്തിട്ടുണ്ടെങ്കിൽ you have to perform division operator. അതായത് based on the value of the input. നിങ്ങൾ ഇൻപുട്ടിൽ ഏത് ഓപ്പറേറ്റർ ആണോ കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ആ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം. അതായത് നിങ്ങൾ കൊടുക്കുന്നത് എന്തൊക്കെയാണ്, രണ്ട് നമ്പേഴ്സ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു, ദെൻ യു ആർ ഓൾസോ പ്രൊവൈഡിങ് എൻ ഓപ്പറേറ്റർ, ഒരു ഓപ്പറേറ്റർ നിങ്ങൾ കൊടുക്കുന്നു. ആൻഡ് ഇഫ് ദ ഓപ്പറേറ്റർ ഈസ് പ്ലസ്, ദെൻ യു ഹാവ് ടു പെർഫോം അഡിഷൻ ഓപ്പറേഷൻ. ഇഫ് ദ ഓപ്പറേറ്റർ ഈസ് മൈനസ്, മൈനസ് എന്നുള്ള ഓപ്പറേറ്റർ ആണ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ it has to perform subtraction. Then star കൊടുത്തിട്ടുണ്ടെങ്കിൽ multiplication operation perform ചെയ്യണം. Division operation operator കൊടുത്തിട്ടുണ്ടെങ്കിൽ you have to perform division operation. Okay, അതാണ് നിങ്ങളുടെ പ്രോഗ്രാം എന്ന് വിചാരിക്കാം. Okay, based on the operator you have to perform the operation. Okay, അപ്പൊ ഇതിൽ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് നമുക്ക് ആദ്യം റീഡ് ചെയ്യേണ്ടത് ഓപ്പറേറ്റർ റീഡ് ചെയ്യണം. ഓക്കെ, ഓപ്പറേറ്റർ നമുക്ക് ക്യാരക്ടർ ആയിട്ട് റീഡ് ചെയ്യാം. ദെൻ രണ്ട് നമ്പേഴ്സ് റീഡ് ചെയ്യണം. ആ രണ്ട് നമ്പേഴ്സും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ആയിട്ട് റീഡ് ചെയ്യുന്നത് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ക്യാരക്ടർ ആയിട്ട് ഓപ്പറേറ്റർ റീഡ് ചെയ്യണം, രണ്ട് നമ്പേഴ്സ് ഡബിൾ ആയിട്ട് റീഡ് ചെയ്യാം. ദെൻ ആഫ്റ്റർ പെർഫോമിംഗ് ദിസ് ഓപ്പറേഷൻ, ഓപ്പറേഷൻ അതായത് അഡീഷൻ ആണോ, സബ്ട്രാക്ഷൻ ആണോ, മൾട്ടിപ്ലിക്കേഷൻ ആണോ, ഡിവിഷൻ ആണോ, വാട്ട് എവർ ഇറ്റ് ഈസ്, യു ഹാവ് ടു പ്രിന്റ് ദ റിസൾട്ട്. റിസൾട്ട് നിങ്ങൾ പ്രിന്റ് ചെയ്യാൻ വേണം. അപ്പോൾ ഇൻപുട്ട് ഓപ്പറേഷനും ഉണ്ട് അവിടെ, ഔട്ട്പുട്ട് ഓപ്പറേഷനും ഉണ്ട് അല്ലേ. സോ ഫസ്റ്റ് യു ഹാവ് ടു ഇൻക്ലൂഡ് #include stdio.h. അതാദ്യം നമ്മുടെ പ്രോഗ്രാമിൽ വേണം. കാരണം here we are using both the input and output function അല്ലേ. then first for every C program നമുക്ക് എന്ത് എഴുതണം, മെയിൻ ഫംഗ്ഷൻ എഴുതണം, int main. ഓക്കെ, then നമ്മൾ ഓപ്പറേറ്റർ റീഡ് ചെയ്യുന്നത് എന്തായിരുന്നു, ക്യാരക്ടർ ടൈപ്പിലാണ്, നമ്പർ റീഡ് ചെയ്യുന്നത് ഡബിൾ ടൈപ്പിലാണ്. സോ ദീസ് ടു വേരിയബിൾസ്, റീഡ് ചെയ്യുന്ന വാല്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾസ് വേണമല്ലോ. സോ ഫോർ ദാറ്റ് വി ഹാവ് ടു ഡിക്ലെയർ ടു വേരിയബിൾസ്, ഫസ്റ്റ് ഫോർ ഓപ്പറേറ്റർ ആൻഡ് സെക്കൻഡ് ടു വേരിയബിൾസ് ഫോർ അവർ വാല്യൂസ് അല്ലെ, നമ്മുടെ നമ്പേഴ്സ് എൻ്റർ ചെയ്യുന്ന വാല്യൂസിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ സ്റ്റോറിങ് ഓപ്പറേറ്റർ വേരിയബിൾ എന്താണ്, ക്യാരക്ടർ ടൈപ്പ് ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. ദാറ്റ് ഈസ് ക്യാരക്ടർ CHAR. ദെൻ ഓപ്പറേറ്ററിന്റെ വേരിയബിൾ. അപ്പൊ ഈ ഓപ്പറേറ്റർ എന്ന് പറയുന്ന വേരിയബിളിന് എന്താവാം, ഏത് ക്യാരക്ടർ ടൈപ്പ് വാല്യൂസും സ്റ്റോർ ചെയ്യാം. ദാറ്റ് മീൻസ് പ്ലസ്, മൈനസ്, സ്റ്റാർ ആൻഡ് ഡിവിഷൻ, ഇതൊക്കെ നമുക്ക് വേണം ഈ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഈ വേരിയബിളിന് സ്റ്റോർ ചെയ്യാൻ പറ്റും. ദെൻ വേറെ രണ്ട് വേരിയബിളും കൂടെ ഇവിടെ ഡിക്ലെയർ ചെയ്തു, ഡബിൾ n1, n2. ദാറ്റ് മീൻസ് എന്താണ്, n1 ആൻഡ് n2 ദീസ് ആർ ടു വേരിയബിൾസ് ഓഫ് ടൈപ്പ് ഡബിൾ അല്ലെ, ഡബിൾ ടൈപ്പിലുള്ള വേരിയബിൾ ആണ്. ദാറ്റ് മീൻസ് n1 ആൻഡ് n2 can hold any double type values. ഡബിൾ ടൈപ്പ് വാല്യൂസ് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്തു, നിങ്ങളോട് ആദ്യം ഏത് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യേണ്ടതെന്ന് പറയാണ് ചെയ്യുന്നത് അല്ലെ. പ്രിന്റ് ഓഫ് എൻ്റർ ആൻ ഓപ്പറേറ്റർ. ഇഫ് യു എൻ്റർ പ്ലസ്, ദെൻ യു ഹാവ് ഇറ്റ് വിൽ പെർഫോം അഡിഷൻ ഓപ്പറേഷൻ അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളോട് ഈ ഒരു എൻ്റർ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലിസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ് ചെയ്യുന്നത് അല്ലെ. പ്ലസ്, മൈനസ്, സ്റ്റാർ, ഡിവിഷൻ എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് തന്നു നമ്മൾ. ഓക്കെ, ദെൻ സെമിക്കോളൻ. പ്രിന്റ് ഓഫിന്റെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണല്ലോ, പ്രിന്റ് ഓഫ് ദെൻ എൻ്റർ ആൻ ഓപ്പറേറ്റർ പ്ലസ്, മൈനസ്, സ്റ്റാർ, സെമിക്കോളൻ. അപ്പൊ ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓപ്പറേറ്റർ എൻ്റർ ചെയ്യും. Then that operator എന്ത് വേണം, by using scanf we can read. scanf വെച്ചിട്ട് റീഡ് ചെയ്യാം. So here the operator എന്ന് പറഞ്ഞാൽ എന്താണ്, it is of type character. So we have to specify it by എന്താണ് formatted string %C for specifying character type values അല്ലെ. അപ്പൊ C എന്ന് %C കൊടുത്തു. ദെൻ അത് നേരെ എവിടെയൊക്കെ സ്റ്റോർ ചെയ്തു, ഓപ്പറേറ്റർ എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്തു. നൗ ഓപ്പറേറ്ററിൽ എന്താണ് ഉണ്ടാവുക, ഈ ഓപ്പറേറ്റർ എന്ന് പറയുന്ന വേരിയബിളിൽ നിങ്ങൾ ഏത് ഓപ്പറേറ്റർ ആണോ എൻ്റർ ചെയ്ത് അതാണ് ഉണ്ടാവുക. പ്ലസ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്, ദെൻ സ്റ്റാർ ഓർ ഡിവിഷൻ. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് അഗെയിൻ ഇറ്റ് വിൽ ആസ്ക് ടു എൻ്റർ ടു ഓപ്പറൻസ്. അതിന്റെ ഓപ്പറൻസ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു അല്ലെ. അതവിടെ ഡിസ്പ്ലേ ചെയ്യും. പ്രിന്റ് ഓഫ് എൻ്റർ ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഡിസ്പ്ലേ ചെയ്യും. ദെൻ യു വിൽ എൻ്റർ ടു നമ്പേഴ്സ് അല്ലെ. സോ അതെന്ത് ചെയ്യും, ഡബിൾ ആണ്. സോ അവിടെ LF
percentage LF, percentage LF, two double type of values N1 and N2 read ചെയ്തു. Okay. So now എന്താണുള്ളത്? ഓപ്പറേറ്ററിൽ നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റർ ഉണ്ട്. Then N1 and N2, these two variables എന്തുണ്ട്? വാല്യൂസ് ദാറ്റ് യു entered, നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കുന്ന വാല്യൂസ് ഉണ്ട്. Then ഇനിയാണ് സ്വിച്ച് ഓപ്പറേഷൻ നടക്കുന്നത്. സ്വിച്ച്, then ഇവിടെ ഒരു ഓപ്പറേറ്റർ. ആ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും വാല്യൂ ഉണ്ടാവുക? നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കുന്ന പ്ലസ് ആണെങ്കിൽ എന്താണ്? ഇവിടെ പ്ലസ് ആണ് വരിക അല്ലെ? അപ്പൊ പ്ലസ് ആണെങ്കിൽ എന്താണ്? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണോ കേസ് ഉള്ളത് നോക്കുക. പ്ലസ് എവിടെയാ വരുന്നത്? ഇവിടെ വരുന്നുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ കേസ് പ്ലസ്, then it will execute this statement. ഈ സ്റ്റേറ്റ്മെന്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുക. ഈ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? എന്താണ്? എന്താണ്? ഫസ്റ്റ് വണ്ടെ LF പ്ലസ് പെർസെൻറ്റേജ് LF ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ELF. അതായത് നിങ്ങൾ ഇവിടെ എന്താണ്? ഫസ്റ്റ് N1, then N2, then N1 പ്ലസ് N2 അഡീഷൻ ഓപ്പറേഷൻ ഇവിടെ പെർഫോം ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അല്ലെ? അഡീഷൻ ഓപ്പറേഷൻ ചെയ്തു. പ്ലസ് ആണെങ്കിൽ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? അഡീഷൻ ഓപ്പറേഷൻ. ഇനി സപ്പോസ് നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കുന്ന വാല്യൂസ് ഈ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് പുറത്തു വരും. ഓക്കെ. ഇനി സപ്പോസ് നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കുന്നത് വാല്യൂസ് ഒരു ഡിവിഷൻ ഓപ്പറേറ്റർ ആണെന്ന് വിചാരിക്കും. ഡിവിഷൻ ഓപ്പറേറ്റർ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? ഓപ്പറേറ്റർ കേസ് 1 ആണ്, കേസ് പ്ലസ് ആണോ നോക്കും? അല്ല. ദെൻ നെക്സ്റ്റ് കേസ് നോക്കും. മൈനസ് ആണോ? അല്ല. ദെൻ നെക്സ്റ്റ് കേസ് ദാറ്റ് ഈസ് സ്റ്റാർ. മൾട്ടിപ്ലിക്കേഷൻ? നോ, ഇറ്റ് ഈസ് നോട്ട് മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ. ദെൻ ഇവിടെ നോക്കും. എന്താണ്? ഡിവിഷൻ. അപ്പൊ ഈ കേസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇറ്റ് വിൽ എക്സിക്യൂട്ട് ദിസ് സ്റ്റേറ്റ്മെന്റ്. അതായത് ആ ഡിവിഷൻ ഓപ്പറേഷൻ അവിടെ N1 ഡിവൈഡഡ് ബൈ N2 എന്നുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്തിട്ട് അത് ഔട്ട്പുട്ടിൽ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്യും. ഓക്കെ. ഇനി സപ്പോസ് നിങ്ങൾ സ്റ്റാർ ആണ് കൊടുത്തിട്ടുണ്ടെങ്കിലോ? ഈ സ്വിച്ചിന്റെ കേസിൽ ഇവിടെ സ്റ്റാർ വരും അല്ലെ? സ്റ്റാർ ആണെങ്കിൽ എന്താണ്? കേസ് പ്ലസ് ആണോ? അല്ല. ദെൻ കേസ് മൈനസ് ആണോ? അല്ല. ദെൻ കേസ് സ്റ്റാർ. ദെൻ ഈ കേസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കേസ് എക്സിക്യൂട്ട് ചെയ്യും, അവിടെ നിന്ന് ബ്രേക്ക് ആവും. ഇനി സപ്പോസ് നിങ്ങൾ ഈ ഓപ്പറേറ്ററിൽ ഒന്നും കൊടുത്തില്ല എന്ന് വിചാരിക്കാം. നിങ്ങൾ വേറെ ഏതെങ്കിലും സിമ്പിൾ ഹാഷ് മാറ്റം കൊടുത്തു എന്ന് വിചാരിക്കാം. അതായത് സ്റ്റാർ മൈനസ് പ്ലസ് മൈനസ് സ്റ്റാർ ഡിവിഷൻ ഇതെല്ലാം നിങ്ങൾ ഹാഷ് ആണ് കൊടുത്തതെന്ന് വിചാരിക്കാം. അപ്പൊ എന്തായിരിക്കും? ഈ ഓപ്പറേറ്റർ കമ്പയർ ചെയ്യും. പ്ലസ് ആണോ? നോ. മൈനസ്? നോ. സ്റ്റാർ? അല്ല. ദെൻ ഡിവിഷൻ ആണോ? അല്ല. അപ്പൊ ഇതൊന്നും അല്ല എങ്കിൽ എന്താണ്? ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ദ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ്. വാട്ട് ഈസ് ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ്? അതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എറർ, ഓപ്പറേറ്റർ ഇസ് നോട്ട് കറക്റ്റ്. നിങ്ങൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റർ കറക്റ്റ് അല്ല ഔട്ട്പുട്ടിൽ പ്രിന്റ് ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ സ്വിച്ച് ഓപ്പറേറ്ററിന്റെ switch control statement working. Okay, based on the value present in this expression, it will execute the corresponding case statement. Corresponding case statement executing. If there is no match, one case statement match ആവുന്നില്ലെങ്കിൽ എന്താണ്? It will execute the default statement. അതിന്റെ default statement execute ചെയ്യും. Okay, ഇതാണ് നമ്മുടെ എന്ത്? സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, മനസ്സിലായോ? സ്വിച്ച് ദെൻ എക്സ്പ്രഷൻ ബേസ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷനിലുള്ള വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓരോരോ കേസുകൾ എക്സിക്യൂട്ട് ചെയ്യുക. ഇഫ് ദർ ഇസ് നോ മാച്ചിങ് ദെൻ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് അതിന്റെ സിൻടാക്സ്. ദെൻ അടുത്തതാണ് എന്ത്? കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. ഗോ ടു സ്റ്റേറ്റ്മെന്റ്. ഗോ ടു സ്റ്റേറ്റ്മെന്റ്. ഗോ ടു ആക്ച്വലി this go to എന്ന് പറയുന്നത് it is an unconditional jump. Unconditional jump. എന്തായിരിക്കും അൺകണ്ടീഷണൽ ആൻഡ് കണ്ടീഷണൽ ജമ്പ്? ഇത്ര സമയം നമ്മൾ പഠിച്ചതൊക്കെ എന്താണ്? കണ്ടീഷണൽ ജമ്പ് ആണ്. then what is conditional jump and unconditional jump? എന്തായിരിക്കും അത്? എന്താണ് കണ്ടീഷണൽ ജമ്പ് അൺകണ്ടീഷണൽ ജമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അഭിരാഗിന് പറയാൻ പറ്റുമോ? അഭിരാഗ്, അഭിരാഗ് കേൾക്കുന്നില്ലേ? അവിടെയില്ലേ അഭിരാഗ്? അഭിരാഗ് പ്രസന്റ് അല്ലേ? ആദിത്യ വിനോദ് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആദിത്യ,
എന്താണ് ഈ കണ്ടീഷണൽ ജമ്പും അൺകണ്ടീഷണൽ ജമ്പും? ഞാൻ ഇത്ര സമയം നമ്മൾ പഠിച്ചിരിക്കുന്നതൊക്കെ കണ്ടീഷണൽ ജമ്പ് ആണെന്ന് പറയാം. ഈഫ്, നെസ്റ്റഡ് ഈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് അൺകണ്ടീഷണൽ ജമ്പാണ്. അപ്പൊ അതെന്തായിരിക്കും വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നത്? കണ്ടീഷൻ ഇല്ലാണ്ട് ബ്രാഞ്ച് ചെയ്യുന്നത് അല്ലേ? ഇവിടെയൊക്കെ നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്? ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടല്ലേ? ഈഫ് ഒക്കെ ആണെങ്കിൽ എന്താണ്, ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മുടെ കൺട്രോൾ മൂവ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ഓക്കെ, ഇത് കണ്ടീഷൻ ഇല്ലാതെ എങ്ങനെയാണ് മൂവ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഗോ ടു സ്റ്റേറ്റ്മെന്റ്. Okay, go to statement is an unconditional branching statement. Okay, that means it will allow us to transfer your control of the program from one location to another location without checking any condition. ഒരു കണ്ടീഷൻ ഒന്നും കൊടുക്കാതെ തന്നെ നിങ്ങളുടെ പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ആ കൺട്രോൾ നേരെ വേറൊരു സ്റ്റേറ്റ്മെന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് വി ആർ യൂസിങ് ഗോ ടു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇതാണ് അതിന്റെ സിന്റാക്സ്. ഫസ്റ്റ് യു ഹാവ് ടു സ്പെസിഫൈ ഗോ ടു എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുക. ദെൻ ഒരു ലേബൽ കൊടുക്കുക. ലേബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം ബൈ യൂസിങ് യുവർ ഐഡന്റിഫയർ റൂൾ. ഐഡന്റിഫയർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ റൂൾസുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അപ്പൊ ആ റൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ലേബൽ കൊടുക്കാം. ദെൻ ആ ലേബൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, പിന്നെ നമ്മൾ കുറെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് എവിടെയാണോ ആ ലേബലിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, ഈ ഗോ ടു സ്റ്റേറ്റ്മെന്റ് എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇവിടെ ഈ ലേബൽ കൊടുത്തു കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് ലേബലിലോട്ട് എന്താവും, അതിന്റെ കൺട്രോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ട്രാൻസ്ഫർ ആവും വിത്തൗട്ട് ചെക്കിങ് ഇനി കണ്ടീഷൻ, ഒരു കണ്ടീഷനും കൊടുക്കാതെ. ഓക്കെ, എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് ഇപ്പം നമുക്ക് എന്താണ്, ഒരു നമ്പർ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് നോക്കണം. ഓക്കെ, പോസിറ്റീവ് നമ്പേഴ്സ് ഈവൻ ആണോ ഓഡ് ആണോ എന്ന് നോക്കണം. നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ട, പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യണം എന്ന് വിചാരിക്കാം. ഓക്കെ, നമ്പർ ഈവൻ ആണോ ഓഡ് ആണോ നോക്കണം ഓൺലി വെൻ ദ നമ്പേഴ്സ് ആർ പോസിറ്റീവ്. ഓക്കെ, ദെൻ ഇഫ് ദ നമ്പേഴ്സ് ആർ നെഗറ്റീവ് എന്താണ്, നോ നീഡ് ടു എന്താണ് വെരിഫൈ ദ, അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പോസിറ്റീവ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അത് ചെക്ക് ചെയ്യുക. നെഗറ്റീവ് ആണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയുള്ള പ്രോഗ്രാമാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഹാഷ് ഇൻക്ലൂഡ് stdio.h, ദെൻ വോയിഡ് മെയിൻ. ഇവിടെ നമ്മൾ വോയിഡ് മെയിൻ ആണ് സ്പെസിഫൈ ചെയ്തിട്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഡ് മെയിനും വോയിഡ് മെയിനും ഒക്കെ കൊടുക്കാം. വോയിഡ് മെയിൻ കൊടുക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നമ്മൾ റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഇൻഡ് ഒക്കെ കൊടുക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്തായിരുന്നു കൊടുത്തത്, ഇവിടെ റിട്ടേൺ 0 കൊടുത്തിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഫംഗ്ഷൻ പറഞ്ഞുതരാം. ഓക്കെ, ദെൻ വോയിഡ് മെയിൻ കൊടുത്തു, ദെൻ ഓപ്പണിംഗ് ബ്രേസ്. ഓക്കെ, ദെൻ ഒരു നമ്പർ ആണ് എൻ്റർ ചെയ്യുന്നത്, അതുകൊണ്ട് ഇൻഡ് n, ദെൻ we will enter the value. First we will enter the value, then by using the scanf statement we can read that value. Like %d, ampersand n. Now the value will be in the variable n. Okay, then ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, we are going to check. എന്താ ചെക്ക് ചെയ്യുന്നത്, if n എന്താണ് ലെസ് ദാൻ 0 ആണ്. If the number is less than 0 means it is negative അല്ലെ, നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ ഗോ ടു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഗോ ടു സ്റ്റേറ്റ്മെന്റ് എന്താണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്, എൻഡ് എന്ന് പറയുന്ന ലേബലാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്, നേരെ ഈ എൻഡ് എന്ന് പറയുന്ന ലേബൽ എവിടെയാണോ സ്പെസിഫൈ റൈറ്റ് ചെയ്തിരിക്കുന്നത് അവിടേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യും. എവിടെയാണ് ഇവിടെ എൻഡ് റൈറ്റ് ചെയ്തിരിക്കുന്നത്, ഇവിടെയാണ് എൻഡ് റൈറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. എൻഡിൽ എന്താണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്, പ്രിന്റ് ഓഫ് എൻഡ് എന്ന് പറഞ്ഞിട്ട്. അതായത് പിന്നെ ഈ സ്റ്റേറ്റ്മെന്റുകളൊന്നും എക്സിക്യൂട്ട് ചെയ്യാതെ എന്ത് ചെയ്യും, കൺട്രോൾ ഡയറക്ട്ലി ഇവിടെ നിന്ന് തന്നെ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗോ ടു സ്റ്റേറ്റ്മെന്റ് അല്ലെ. ഗോ ടു ഒരു ലേബൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, ആ ലേബലിലോട്ട് കൺട്രോൾ ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ ഈ സ്റ്റേറ്റ്മെന്റുകളൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഗോ ടു സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഗോ ടു ഈസ് an unconditional branching statement. Okay, that means control will transfer directly from the label to the label which is specified in this program. എവിടെയാണോ ലേബൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അവിടെ കൺട്രോൾ ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കൺട്രോൾ ഫ്ലോ സ്റ്റേറ്റ്മെന്റിലുള്ള ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ പഠിച്ചത്. ഓക്കെ, ഏതൊക്കെയായിരുന്നു, if സ്റ്റേറ്റ്മെന്റ്, ദെൻ അതിൽ തന്നെ ഡിഫറെന്റ് വേരിയൻസ് ഉണ്ടായിരുന്നു, if else, else if ladder, nested if, then switch, then unconditional go to statement. ഓക്കെ, ഇതിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങളുടെ അറ്റൻഡൻസ് ടൈപ്പ് ചെയ്തോളൂ.
ഋഷാൽ, റീഹാൻ, സരിക, ആര്യ, പൃഥു, സയന, ആദ്ര, അമൽ, ചന്ദന, അങ്കിത, ഷസ്, അമന, സ്നേഹ, ഫിദ, അതുൽ, എം, മുഹമ്മദ്, സീൻ, ജയതി, അക്ഷയ, വിനയ, അനന്യ, അമയ, അഫ്ര, ഫാത്തിമ റിംസി, ഫസൽ, ദിയ, ഖദീജ, ഫർഹാന, സൂര്യനന്ദ, സിക്ത, അഭിജിത്ത്, നന്ദനരാജ്, അന്വയ, അനുശ്രീ, ആദിത്യ, ദിയ, നസ്രി, അദ്വൈത്, അതുൽ, ഫാത്തിമ ജുമന, ഹസ്ന, രഗിൽ, അഭിജിത്ത്, അബിൻ വി കെ, അനുശ്രീ, ഹിബ ഫാത്തിമ. ഓക്കെ, ഇത്രയും പേരാണുള്ളത് അല്ലേ? ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ക്ലാസ് കാണാം.